നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം പൂയം നക്ഷത്രത്തിന്റെ പുതുവർഷ ഫലമാണ്. പൂയം നക്ഷത്രം അതായത് 1202 ആണ്ട്, അതായത് കൊല്ലവർഷം 1202 ആണ്ട് മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂയം നക്ഷത്രത്തിന്റെ ഫലം. ആ പൂയം നക്ഷത്രം, ഈ നക്ഷത്രം പൂർണ്ണമായും കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. കർക്കിടകൻ രാശിയിൽ വരുന്ന ഒരു പൂർണ്ണമായിട്ടും, അതായത് പപ്പാതിയൊക്കെ പോകുന്നില്ല. പൂയം നക്ഷത്രം പൂർണ്ണമായിട്ടും 4 പാദവും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അപ്പൊ കർക്കിടകത്തില് ഒരു വിശേഷമുണ്ട് കർക്കിടകൻ രാശിക്ക്. കാരണം വേഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ എത്തിയിരിക്കുന്ന സമയമാണ്. വേഴം കർക്കിടക രാശിയിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ വേഴത്തിന്റെ ഉച്ചരാശിയിലാണ് വേഴം വന്ന് നിൽക്കുന്നത്. ഏത് ഗ്രഹത്തിനും തന്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ, ഏത് ഗ്രഹവും തന്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോ വേഴം തന്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ വേഴത്തിന് ഫലദാന ശേഷി കൂടും. അപ്പൊ സാധാരണയായി ജന്മരാശിയിൽ വേഴം നിന്നാൽ ഗുണം കിട്ടാറില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ഇവിടെ വേഴം നിൽക്കുന്നത് സാധാരണയായ നിൽപ്പല്ല, അതായത് ഉച്ചരാശിയിലെ നിൽപ്പാണ്. തീർച്ചയായിട്ടും പൂയംകാരുടെ ജന്മരാശിയിലാണ് വേഴം നിൽക്കുന്നത് കൊണ്ടും വേഴം ഉച്ചരാശി ആയതുകൊണ്ടും ഇവർക്ക് ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം. അപ്പൊ കർക്കിടകക്കൂറുകാരായ പൂയം നക്ഷത്രത്തിന് കന്നി മീനൻ രാശികളുടെ അധിപനായ വേഴം, അതായത് കന്നി മീനം രാശികളുടെ അധിപനായ വേഴം 6-9 ഭാവങ്ങളുടെ അധിപനും കൂടിയാണ്. അത് നോക്കണം, മനസ്സിലായ ഈ വേഴം. അപ്പൊ പൂയംകാർക്ക് ഈ വർഷം ഏറ്റവും വലിയ ഈശ്വരാധീനവും ഭാഗ്യവും കിട്ടുന്ന വർഷമാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈശ്വരാധീനം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ വേഴത്തിന്റെ ഈ നിൽപ്പനുസരിച്ച് ഇവർക്ക് കിട്ടാൻ പോകുന്നത്. വീട് പണി തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് അത് വീട് പണി തുടങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ വീട് പണി ആരംഭിച്ചിട്ടുള്ളവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി അതുമല്ല, വീട് പണി പൂർത്തിയായിട്ടുള്ളവർക്ക് അവിടെ ഗൃഹപ്രവേശനം നടത്താനും അതിനുള്ള സമയം വന്നു ചേരും. ദീർഘകാല പദ്ധതികളിൽ ഇവർ ഈ വർഷത്തെ ഭാഗ്യാനുഭവത്തോടെ പൂർത്തീകരിക്കാൻ കഴിയും. അതായത് ദീർഘകാല പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുള്ളവർ ഈ വർഷം ഏറ്റവും വലിയ ഈശ്വര അനുഗ്രഹത്തോടുകൂടി അതോടൊപ്പം തന്നെ ഭാഗ്യാനുഭവത്തോടുകൂടി അത് പൂർത്തീകരിക്കാനും സാധിക്കും. ഞാനിത് പറയുന്ന കാര്യം ഒന്നും കൂടി തെളിച്ചു പറയാം. അതായത് ഈ നല്ല ഈശ്വരാധീനത്തോടെ ഇവര് തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഇതാണ് സാമാന്യ ഫലം. പിന്നെ അത് കൂടാതെ പിതാവിന്റെയും പിതൃസ്ഥാനീയരുടെയും സഹകരണവും പിന്തുണയും അനുഗ്രഹവും കിട്ടുന്ന സമയമാണ്. അതായത് അച്ഛന്റെ അനുഗ്രഹം കിട്ടാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഈ സമയത്ത്. അത് അച്ഛനല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, പിതൃസ്ഥാനത്ത് നിൽക്കുന്ന
ആൾക്കാരുടെ അംഗീകാരങ്ങളും അവരുടെ പിന്തുണയും അനുഗ്രഹങ്ങളും ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷം കൂടിയാണ്. അവരാരും ഇവരെ തള്ളിപ്പറയില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ പൂയം നക്ഷത്രക്കാരുടെ മുൻ തലമുറയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മുതിർന്നവരോ ഇവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സമയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. കാരണം വേഴമാണ് ഇപ്പൊ ഇവിടെ ജന്മരാശിയിൽ നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ വേഴം ഈ ജ്ഞാനത്തിന്റെ അറിവിന്റെയും അതുകൂടാതെ ആത്മീയ ചിന്തയുടെയും കാരകത്തുള്ളതാണ് വേഴത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ, അതായത് പല വിധത്തിലുള്ള പുണ്യസ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം ഒന്ന് സന്ദർശനം നടത്താൻ ഇവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വരുന്ന ഒരു സമയവും കൂടിയാണ് ഇവർ. കാരണം വേണം ആത്മീയ കാരകൻ കൂടിയാണ്. അപ്പൊ ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധ വരുന്ന ഒരു സമയം കൂടിയാണ്. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടുന്ന ഒരു സമയമാണ്. വിട്ടുമാറാത്ത, അതായത് പല രോഗദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് ആ വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ഒരു രോഗശമനം കിട്ടുന്ന ഒരു സമയം ആയിരിക്കും ഇവർക്ക് ഈ വർഷം. കടബാധ്യതകളിൽ നിന്നും ശത്രുശല്യങ്ങളിൽ നിന്നും മോചനം കിട്ടുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് കടബാധ്യതകൾ ഉള്ളവരുണ്ടാകാം. ആ കടങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടും. അതായത് അത് കൊടുത്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയമാണ് ഈ വർഷം. ആ കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടും. ശത്രുശല്യങ്ങളിൽ നിന്നും മോചനം കിട്ടും. അതായത് ശത്രുക്കള് പല വിധത്തിലെ പല കാര്യങ്ങളിലൂടെ ഇവർക്ക് ശത്രുദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മോചനം, ശത്രു ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ധനപരമായി കിട്ടേണ്ട ചില സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ദോഷമായി തീരാനും സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത് ദോഷാനുഭവമായി മാറുകയും ചെയ്യും. അപ്പൊ ധനം കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ് ഈ പുതുവർഷം. അപ്പൊ പൊതുവെ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 1202 മലയാള പുതുവർഷ ഫലം വളരെ അനുയോജ്യമായ ഒരു സമയമാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.